നമുക്കിന്നൊരു കടലക്കറി ഉണ്ടാക്കിയാൽ അതിന് വേണ്ടുന്ന സാധനങ്ങളോട് എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ വീതം മുളക് പൊടി, ഗരം മസാല, 1 ടീസ്പൂൺ വീതം ജീരകപ്പൊടി, കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 കിലോ കടല 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്ത്, 4 പച്ചമുളക്, 2 ഇഞ്ച് നീളത്തിലുള്ള 2 ഇഞ്ചി കഷ്ണങ്ങൾ, 4 വെളുത്തുള്ളി അല്ലി, 1/2 കപ്പ് തേങ്ങ, 2 തണ്ട് കരിയാപ്പില, 3 സവാള, ഒരു 20 ചെറിയ ഉള്ളി, 4 കപ്പ് വെള്ളം, 1 ടീസ്പൂൺ കടുക്, 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നമുക്കിനിയും പാത്രം അടപ്പത്ത് വെച്ച് അതിലേക്ക് കടല ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഒരു 4 വിസിൽ 5 വിസിൽ വരുമ്പോഴത്തേനും അത് വേവുന്നതായിരിക്കും. നമുക്കത് തുറന്ന് നോക്കിയിട്ട് കടലയൊന്ന് ഞെക്കി നോക്കുമ്പോൾ അതിൻ്റെ വേവ് നമുക്കറിയാൻ പറ്റും. അത് ഉടഞ്ഞു വരികയാണെങ്കിൽ അത് വെന്തിട്ടുണ്ട്. നമുക്കിനി ഒരു 2-3 തവി കടല അതിൽ നിന്ന് കോരി മാറ്റിയ ശേഷം ഈ കറിക്ക് കൊഴുപ്പ് കുറവാണെങ്കിൽ നമുക്കത് മിക്സിയിലേക്ക് ഇട്ട് ഒരു കപ്പ് തേങ്ങാപ്പാലിൽ നമുക്കത് അടിച്ചെടുക്കാവുന്നതാണ്. ഈ കറിയിൽ നമ്മളിതിങ്ങനെ ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റും അരയ്ക്കാതെ ചേർക്കുന്നതിൻ്റെ ടേസ്റ്റും ഡിഫറൻ്റ് ആയിരിക്കും. കറിക്ക് കൊഴുപ്പ് കുറവാണെങ്കിൽ മാത്രം നിങ്ങളിങ്ങനെ ചേർക്കുക. അല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ, 1 കപ്പ് തേങ്ങാപ്പാൽ അതിലേക്ക് ചേർക്കുക. അതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കടുകിട്ട് അടുപ്പത്ത് വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും കരിയാപ്പിലയും ഇട്ട് നമുക്ക് പൊട്ടിക്കാം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഒരു സവാള അരിഞ്ഞിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിനകത്ത് പച്ചമുളകോ വറ്റൽമുളകോ ഇട്ട് കൊടുക്കാം. ഓപ്ഷണലാണ്. വറ്റൽമുളകെങ്കിൽ വറ്റൽമുളക്, പച്ചമുളക് പച്ചമുളക്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വീതം മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളിക്ക് വേണമെങ്കിൽ തക്കാളിക്ക് ഇടാം. ഓപ്ഷണലാണ്. അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ കടലക്കറിയിലേക്ക് ഈ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് വാങ്ങി വെച്ച ശേഷം അതിലേക്ക് കരിയാപ്പിലയും മല്ലിയിലയും എല്ലാം ഇട്ട് നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെ കഴിക്കാൻ